ഇറാന് സമീപം നിരവധി US യുദ്ധവിമാനങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഇറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അമേരിക്കയുടെ ഒരു വിരട്ടലും ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട. ഇത് രണ്ടാമത്തെ ചർച്ച, സമാധാന ചർച്ച ജനീവയിൽ നടക്കുമ്പോഴാണ് ഇറാന്റെ ഈ മിസൈൽ മഴ അമേരിക്കയിലേക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ചകൾ തുടരുമ്പോഴും അല്ലെങ്കിൽ സമാധാനപരമായ ചർച്ചകൾ നടക്കുമ്പോഴും ഒരു തരത്തിലും ആ ചർച്ചകൾക്ക് ഫലം കണ്ടില്ല എങ്കിൽ തങ്ങൾ അമേരിക്കയെ ആക്രമിക്കും. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയല്ലേ. കാരണം ലോക പോലീസ് എന്ന് പറയുന്ന ആയുധങ്ങളുടെയും സൈനികപരമായ കാര്യത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയെ ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തിരിച്ചടി ഇനി അമേരിക്കയ്ക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? അമേരിക്കയുടെ ആവശ്യം സിമ്പിൾ അല്ലേ? ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, അതിൻ്റെ നിരായുധീകരണ കരാറിൽ ഒപ്പിടണം, അത്രയേ ഉള്ളൂ. ഇറാൻ പറയുന്നു അത് പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പല പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആണവായുധം നിർമ്മിച്ചേ പറ്റുള്ളൂ, അതിനു വേണ്ടിയിട്ട് യുറേനിയം ഞങ്ങൾ സമ്പുഷ്ടീകരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒമാനിൽ ആദ്യഘട്ട ചർച്ച നടന്നു. ആ ചർച്ചയിൽ വലിയ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ജനീവയിൽ വെച്ച് സ്റ്റീവ് വിറ്റ്കോഫ്, അതായത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധി, ഒപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി, ഇവർ ചേർന്നൊപ്പം ട്രംപിൻ്റെ മരുമാനും ഒക്കെ പങ്കെടുക്കും. ഇതിൽ വെച്ച് തീരുമാനം എടുക്കേണ്ടത് എന്താണ്? ഈ പരിപാടിയുമായിട്ട്, അതായത് ആണവായുധ നിർമ്മാണവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് അതിൻ്റെ ഇടയ്ക്ക് ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ആണവായുധം നിർമ്മിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഞങ്ങളുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ നിങ്ങൾക്കുള്ള മറുപടി നൽകും എന്ന് പറഞ്ഞാൽ വിമാനങ്ങളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് വളരെ പച്ചയ്ക്ക് പറയുകയാണ്. അബ്ബാസ് അരഗാച്ചി ഇതൊക്കെ കേട്ടിട്ട് വിവരങ്ങൾ സ്വാഭാവികമായിട്ട് ഇറാൻ ഭരണകൂടത്തെ ധരിപ്പിക്കുമല്ലോ. ഇറാൻ ഭരണകൂടം അവിടെ നിന്ന് മറുപടി നൽകുന്നു. അതായത് അയത്തുള്ള അലി ഖമനേയി പറയുന്നു, ലോകത്തെ ഏറ്റവും അധികം ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയ്ക്ക് ചിലപ്പോൾ വമ്പൻ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കുന്നില്ല, നിങ്ങൾ ഏത് നാണയത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി തരാൻ ഞങ്ങൾക്ക് കഴിയും. ഇതിൻ്റെ കാര്യം എന്താ? ഏതാണ്ട് ലോകത്തെ എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഏതാണ്ട് ഹോർമൂസ് കടലിടുക്കിന് സമീപത്തൂടെയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൽ വലിയൊരു സ്വാധീനം ഇറാനുണ്ട്. അവിടെ അമേരിക്ക യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് തന്നെ ആ പരിസരങ്ങളിലൊക്കെ വിന്യസിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തും. കൃത്യമായി പറഞ്ഞാൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തും. ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മിസൈൽ മഴ തന്നെ പെയ്ച്ചു. അതായത് ആകാശത്തൂടെ യുദ്ധവിമാനങ്ങൾ പറത്തുക മാത്രമല്ല, മിസൈലുകൾ വിക്ഷേപിക്കുന്നു സമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിൽ. എന്തിനാണ് സമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിൽ മിസൈൽ നിക്ഷേപിക്കുന്നത്? അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹം പരമാവധി സമുദ്ര മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഈ വഴിയാണ് വരുന്നതെന്ന് ഇറാൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് നിർബന്ധിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത്. അതിനോട് വഴങ്ങാൻ ഇവർ തയ്യാറായില്ല. നമുക്കറിയാലോ, അമേരിക്കയാണ് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ കേട്ടു ഈ കലാപം കത്തിപ്പടരുമെന്നും അവിടുത്തെ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന മത നേതാവിനെ ഒരു പക്ഷേ രാജ്യം വിട്ടുപോടേണ്ടി വരും. ഒന്നാമത് അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അസുഖങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടുത്തെ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കും, അമേരിക്കയുടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരും. പക്ഷേ ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന അവിടുത്തെ IRGCയുടെ സഹകരണം വേണം. പക്ഷേ IRGC ഉറച്ച നിലപാടെടുത്ത് അയത്തുള്ള അലി ഖമനേയുടെ പിന്നിൽ നിന്നു. ഇത് അമേരിക്കയുടെ പ്രതീക്ഷകളെ, ധാരണകളെ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അടുത്തത്, ഈ ഫൊർദോ അതുപോലെ തന്നെ നതാൻസ് തുടങ്ങിയ മേഖലകളിൽ ഇസ്രയേലും അമേരിക്കയും കൂടെ ഒരു ആക്രമണം നടത്തി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത്. പക്ഷേ വിജയിച്ചില്ല. അവരുടെ ഇപ്പോഴും ആയുധം ഉണ്ടെന്ന്, ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞു. നിലവിൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ 10 ആണവായുധം ഇപ്പോൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഒരെണ്ണം എടുത്ത് അമേരിക്കയ്ക്ക് നേരെ വിക്ഷേപിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടും. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങളുടെയും അതുപോലെ തന്നെ തൻ്റെ പാർട്ടിക്കാരുടെയും പിന്തുണയില്ലാത്ത ഡൊണാൾഡ് ട്രംപ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയാത്തത്. അതുകൊണ്ട് ഇറാനെ വീണ്ടും വിരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ മിസൈൽ വിക്ഷേപണം നടത്തിയതോടുകൂടി ഞങ്ങൾ ആക്രമണത്തിന് സുസജ്ജമാണെന്ന് ഇറാനും അറിയിച്ചു. ഇനി കഴിഞ്ഞ തവണ ആക്രമണത്തിന് അമേരിക്കയുടെ കുന്തമുന എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് ജൂതന്മാര് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാന് വലിയ ആഘാതം സൃഷ്ടിക്കാനൊക്കെ സാധിക്കുമായിരുന്നു. 6 days വാറൊക്കെ നേരത്തെ നമ്മൾ ഓർമ്മയുള്ള. ഇതുപോലെ ഇറാൻ പേടിക്കുന്ന ഇസ്രായേലിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത്. ഇതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുന്നു. ഇസ്രായേലിലേക്ക് പോകുന്നെന്ന് മാത്രമല്ല, അവിടുത്തെ പാർലമെന്റിൽ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് വരെ ഇന്ത്യയിൽ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ
ഇറാനിയൻ ഇസ്രായേലിന്റെ പ്രസിഡന്റായിട്ടുള്ള ബെഞ്ചമിൻ ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം പൊതുജനങ്ങളോട് പറയണം, അല്ലെ ജൂതന്മാരുടെ ഒരു മീറ്റിംഗിൽ പറയണം. അപ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് അടുത്ത ആഴ്ച മോദി അവിടേക്ക് പോകുന്നത്. നമ്മൾ കേട്ടത് എന്താ, ഇന്ത്യയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ ബെഞ്ചമിൻ നെതന്യാഹു എത്തിച്ചേരും. കഴിഞ്ഞ ഡിസംബറിൽ എത്താനിരുന്നത്, അന്നേരമാണ് ഇവിടെ ഒരു ഡൽഹി ബോംബ് സ്ഫോടനം ഉണ്ടായത്. ആ സമയത്ത് വന്നില്ല. അന്ന് പറഞ്ഞു നമ്മുടെ രാജ്യം സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി വരുന്നില്ല, വരവ് നീട്ടിവെച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നു. മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് 140 കോടി ജനങ്ങളുടെ നേതാവ് നമ്മളെ കാണാനായി നമ്മുടെ രാജ്യത്ത് എത്തുന്നു, നമ്മുടെ ഓരോ നേതാക്കളെയും പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ അവരെ പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും ഇറാനും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇന്ത്യ റഷ്യയും തമ്മിൽ ഈ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനപ്പുറം വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചൈനയും റഷ്യയും ഇറാനും ഇന്ത്യയും കൂടി ഒരുമിച്ച് നിന്നാൽ ഇസ്രായേൽ ഒരുപക്ഷെ, ഇസ്രായേലിന്റെ നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കും. ഇസ്രായേൽ പിന്നെ ഇപ്പൊ ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇസ്രായേൽ ചിലപ്പോൾ ഈ ഇറാന്റെ വിഷയത്തിൽ ഇടപെടണം എന്നില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, അമേരിക്ക എന്ത് പറഞ്ഞാലും മൂളിക്കേൾക്കുന്ന ഇസ്രായേലിനെ. പക്ഷെ ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരിടത്തും കാണുന്നില്ല, ഇസ്രായേലിന്റെ ഒരു പ്രാതിനിധ്യം ഒരിടത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ലോകരാജ്യങ്ങൾ വരെ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് അമ്പരപ്പിക്കുകയാണ് ലോകരാജ്യങ്ങളെ. കാരണം അമേരിക്കയെ തൊടാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കപ്പുറം അല്ലെങ്കിൽ റഷ്യക്കപ്പുറം മറ്റ് രാജ്യങ്ങൾക്ക് ഭയമാണ് അമേരിക്കയെ തൊടാൻ. ഇപ്പോ വെനിസ്വേലയിലൊക്കെ അവിടത്തെയൊക്കെ നേതാവിനെ പോയി കിടക്കപ്പായി നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ജയിലിലടച്ച ആളാണ് ഈ ട്രംപ് എന്ന് പറഞ്ഞത്. പിന്നീട് ഗ്രീൻലാൻഡ് തൊട്ടപ്പോഴാണ് UN ഇടപെട്ടുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ ട്രംപിന്റെ വിചാരം, ഞാൻ പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ എനിക്ക് മുന്നിൽ മുട്ടുമടക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടതും കേട്ടതും അതിൽ ആദ്യം ഒരു നിലപാടെടുത്തത് ഇന്ത്യയാണ്. ഇപ്പൊ ഇസ്രായേലും ആ വഴിക്ക് വന്നാൽ, കാരണം ഒരുപാട് കാലങ്ങളായി ജൂതന്മാർ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തോക്ക് ധരിച്ചാണ് അവർ പുറത്തു വരെ ഇറങ്ങുന്നത്. കാരണം അത്രമാത്രം ഭയന്നുള്ള ഒരു ജീവിതമാണ് ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. ആ സമാധാന ചർച്ചകൾക്ക് ഒരുപക്ഷെ തുടക്കം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാവുകയാണെങ്കിൽ അത് ആ രീതിയിൽ പൊക്കോട്ടെ എന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ അമേരിക്ക ഒറ്റപ്പെടും. മാത്രമല്ല സിനിജി സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വന്നാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾക്കും താല്പര്യമില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും താല്പര്യമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാള് എന്ത് പറയുന്നുവോ അത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയുടെ ജനങ്ങളും ഒക്കെ തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും ഇറാന്റെ മുന്നോട്ടുള്ള രീതി എങ്ങനെയായിരിക്കുമെന്നുള്ളത് അല്ലേ, അത് അതിനകത്ത് ഇന്ത്യ ഇടപെടുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇരുകൈ നീട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ചില കണക്കൂട്ടലുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്കാലവും ഇസ്രായേൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കയുടെ സഹായത്തോടെ. ടെക്നോളജി എപ്പോഴും ഇസ്രായേലിന്റെ ആയിരിക്കും, പക്ഷെ അതിന് വേണ്ട ബാക്കിയുള്ള സഹായങ്ങളെല്ലാം ലഭിക്കുന്ന അമേരിക്കയുടെയാണ്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലുമ്പോൾ പുതിയൊരു വ്യാപാര കരാറിലേക്ക്, പുതിയൊരു നിർമ്മാണ കരാറിലേക്കൊക്കെ കടക്കാൻ പദ്ധതി ഇസ്രായേൽ ഇടുന്നു. അതായത് ഇന്ത്യയും ഇസ്രായേലിലൂടെ ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഇന്ത്യയിലെ ആയുധങ്ങൾ കുറച്ച് ഇസ്രായേലിന് നൽകാനും ഒക്കെ തീരുമാനമെടുക്കുന്നു. ഇപ്പൊ ഇസ്രായേലിന്റെ ജനസംഖ്യ അറിയാലോ, വളരെ കുറവാണ്. ഇന്ത്യയിലെ ജനസംഖ്യ 140 കോടിയാണ്. കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. ഇസ്രായേൽ ആയുധ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. അപ്പൊ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പുതിയൊരു ആക്സന്റ് രൂപപ്പെടും. ഇവിടെ ഒറ്റപ്പെടുന്ന അമേരിക്ക. കാരണം ഒന്നാമത് ഡൊണാൾഡ് ട്രംപിനെ അവിടുത്തെ രാജ്യക്കാർക്ക് ഇഷ്ടമല്ല. ഇതിന്റെ കൂട്ടത്തിൽ ഇസ്രായേൽ ഇങ്ങനെ സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇറാന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടേണ്ടെന്ന് ഇസ്രായേൽ അങ്ങ് തീരുമാനിച്ചല്ലോ. കാരണം ഈ നദാൻസും ഫൊർദോയിലും ഒക്കെ തന്നെ ആക്രമണം നടത്തേണ്ട സമയത്ത് ആ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലില്ല, അമേരിക്കയായിരുന്നു നൽകേണ്ടിയിരുന്നത്. അന്ന് അമേരിക്ക അത് നൽകിയില്ല, വെച്ച് താമസിപ്പിച്ചു. ഈ വെച്ച് താമസിപ്പിച്ചുകൊണ്ട് യുദ്ധം അനന്തമായിട്ട് പിന്നെ നീളേണ്ടിയൊക്കെ വരുന്നു. ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം, ഒന്ന് മാറി നിൽക്കൽ മനോഭാവം, ഇത് സ്വീകരിച്ചാൽ പണി കിട്ടുന്നത് അമേരിക്ക. ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇറാൻ ആണവായുധം നിർമ്മിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് ഇപ്പോഴും ഉറപ്പില്ല. നിർമ്മിച്ചിട്ടില്ല എന്നൊരു ഉറപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എണ്ണ വിൽക്കുകയോ എണ്ണ വാങ്ങുകയോ എണ്ണ കൊടുക്കുകയോ എന്ത് വേണേൽ ചെയ്തോ, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടില്ല എന്ന് പറയുന്നു. പക്ഷേ ലോകത്ത് എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിന് സമീപത്തേക്ക് ഇസ്രയേലിന്റെ ഒരു പരോക്ഷ പിന്തുണയിലാണെങ്കിൽ ഇറാൻ അവിടെ ഒരു മിസൈൽ വർഷം നടത്തുന്നത്. ഈ മിസൈൽ വർഷം നടത്തിയത് അവിടെയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെങ്കിൽ നിങ്ങൾക്കുള്ള ഭീഷണിയാണ്, നിങ്ങൾക്കുള്ള അടിയാണെന്നാണ് ഈ പറയുന്ന
ആയത്തുള്ള അലി ഖമനൈ പറയുന്നത്. അപ്പോൾ ഖമനയുടെ വാക്കുകൾക്ക്, ഖമനയുടെ പ്രസ്താവനകൾക്ക്, ഖമനയുടെ ഉത്തരവുകൾക്ക് ഇപ്പോഴും കൈകോർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന ഇറാനിയൻ ജനത കൂടെ തന്നെയുണ്ട്. ഈ ഇറാനിയൻ ജനതയുടെ പൂർണ്ണ പിന്തുണയുള്ളിടത്തോളം കാലം അമേരിക്കയ്ക്ക് അതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല. അവരെല്ലായ്പ്പോഴും IRGCയെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആ ശ്രമവും പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി അമേരിക്ക നേരിട്ട് ഇറാനെ അടിച്ചു എന്ന് വെച്ചു. ഇറാനെ അടിച്ചാൽ ഇറാന്റെ പ്രത്യാക്രമണം എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആണവായുധമുണ്ടെങ്കിൽ, ഒരു ആണവായുധമെങ്കിലും അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിച്ചാൽ അത് ലോക രാജ്യങ്ങളെ രണ്ട് ചേരികളിലാക്കി തിരിക്കുന്ന യുദ്ധമായി മാറും. കാരണം ഇറാനോട് പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ലാത്ത റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു വശത്ത് നിൽക്കും. ഒരുപക്ഷെ ഇന്ത്യ നിഷ്പക്ഷ നിലപാടെടുത്തേക്കാം, പക്ഷെ അമേരിക്കയുടെ പക്ഷത്ത് ആരൊക്കെ നിൽക്കും? ഇസ്രായേൽ ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെ വന്നാൽ ഇസ്രായേൽ ഒന്നും ഒഴിഞ്ഞു നിൽക്കും. അപ്പുറത്തേക്ക് യൂറോപ്യൻ യൂണിയൻ ഒന്നും തന്നെ അമേരിക്കയോട് ഇപ്പം നല്ല ബന്ധത്തിലല്ല. മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് വരികയും റഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് തരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കരാറിലൊക്കെ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തിരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പവർഫുൾ രാജ്യമായ ഈ ഫ്രാൻസിന്റെ നിലപാട് വ്യക്തമല്ലേ? ഫ്രാൻസ് അമേരിക്കയെ സഹായിക്കില്ല. UK-ക്കും വലിയ താല്പര്യമില്ല. കാനഡയുമായിട്ടുള്ള ബന്ധത്തിലും കുറച്ച് വിള്ളലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇവിടെ ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണവും അനാവശ്യമാണ്. കാരണം മുമ്പ് ഇറാഖിൽ രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറാഖിനെ ആക്രമിച്ചത്. ഇവിടെയും ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇറാനെ ആക്രമിക്കാൻ പോകുന്നത്. ആണവായുധം ഉണ്ട് എന്നുള്ളതിന് എന്ത് സ്ഥിരീകരണമുള്ളത്? ഒരു സ്ഥിരീകരണവുമില്ല. എന്നിട്ടും എബ്രഹാം ലിങ്കൺ അടക്കമുള്ള പടക്കപ്പലുകളെല്ലാം വിന്യസിച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ആദ്യഘട്ടമായിട്ട് ഫെബ്രുവരിയിൽ ഒമാനിൽ ഒരു ചർച്ച നടത്തി, ചീറ്റിപ്പോയി. ഇതിനുശേഷം അടുത്ത ജനീവയിൽ നടക്കുന്നു. ആ ജനീവയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ പങ്കെടുത്ത സ്റ്റീവ് വിറ്റ്കോഫ് ആയിക്കോട്ടെ, അബ്ബാസ് അരഗച്ചി എന്ന് പറയുന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അമേരിക്ക പറയുന്നു ചർച്ചയിൽ പുരോഗതിയുണ്ട്, പോസിറ്റീവാണ്. ഈ പുരോഗതി ഉണ്ടെന്ന് പറയുന്ന അതേ നാവിന്റെ മറുവശം വെച്ചിട്ടാണ് ഈ ട്രംപ് പറയുന്നത് ഞങ്ങൾ B-2 സ്റ്റെൽത്ത് ബോംബർ വേണമെങ്കിൽ ഉപയോഗിക്കും നിങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾക്ക് നേരെ. ഇത് പറയുമ്പോഴാണ് ഇറാൻ പറയുന്നത് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും പവർഫുള്ളായ സൈന്യം നേരിടാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലിലേക്ക് പോകുന്നതിന് പിന്നിൽ ചില രഹസ്യമായ അജണ്ടകൾ ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദിയുടെ ആ യാത്ര ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഒരു പുതിയ വാതിൽ തുറക്കുന്ന തരത്തിലേക്കായിരിക്കും. ഇറാൻ അമേരിക്കയെ അടിക്കുമെന്നുള്ളത്, ആ അടി എത്രത്തോളം അമേരിക്കയ്ക്ക് കൊള്ളുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.